എൻ്റെ പേര് കുഞ്ഞ്, ഒഫീഷ്യൽ നെയിം ജോൺ സാമുൽ എന്നാണ്. ഞാൻ ജനിച്ചു വളർന്നത് കുന്നം അരയമ്പാറ, റാന്നിക്കടുത്തുള്ള റാന്നിന്ന് 10 മൈൽ കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ വല്യപ്പച്ചൻ്റെ കാലത്ത് എൻ്റെ അപ്പൻ ആ സ്ഥലത്ത് പോയി. ഞാൻ കേരളത്തിലാണ് ജനിച്ചു വളർന്നത്. കവുങ്ങുംപറയാർന്ന് പറയും. എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാമെന്ന്. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കേരളത്തിൽ കഴിഞ്ഞ ശേഷം ഞാൻ ഡൽഹിക്ക് പോയി. ഡൽഹിയിലാണ് നഴ്സിംഗ് സ്കൂൾ പരിശീലനം കിട്ടിയത്. ലേഡി ഹാർഡിങ് മെഡിക്കൽ കോളേജിലായിരുന്നു. പ്രൈമറി സ്കൂളൊക്കെ നാട്ടിൽ വെണ്ണിക്കുളമായിരുന്നു ഹൈസ്കൂള് പോയത്. അത് കഴിഞ്ഞ് ഞാൻ ഹൈസ്കൂൾ പാസ്സായി കഴിഞ്ഞ് ഫ്യൂ മന്ത്സ് ഞാൻ ബാംഗ്ലൂരിലുണ്ടായിരുന്നു. എൻ്റെ പേരൻസൊക്കെ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത്. ഡൽഹിയിൽ പോയി നേഴ്സിങ്ങിന് 4-5 വർഷം നേഴ്സിംഗ് അവിടെ കഴിഞ്ഞ് അവിടുന്ന് ഞാൻ ഒക്കെ ലോങ് സ്റ്റോറിയാണ്. നേഴ്സിംഗ് കഴിഞ്ഞ ശേഷം ഞാൻ കാനഡയ്ക്ക് പോയി. കാനഡയിലൊരു അഡ്മിഷൻ കിട്ടി, അവിടെ പോയി. അതായത് 1969. അത് കഴിഞ്ഞ് കാനഡയിൽ 2 വർഷം കഴിഞ്ഞ് ശേഷം ഞാൻ ഇന്ത്യയിൽ പോയി. കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം 71 ഞാൻ തിരിച്ചു വന്ന് അത് കഴിഞ്ഞ ശേഷം കാനഡയിൽ നിന്ന് ഞാൻ ന്യൂയോർക്കിന് വന്നു. ന്യൂയോർക്കിലാണ് ഒരു 40 വർഷത്തോളം ന്യൂയോർക്ക് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്ത്. ന്യൂയോർക്ക് ഹോസ്പിറ്റൽ കോർണൽ മെഡിക്കൽ സെൻറ്ററിൽ ഞാൻ RN ആയിട്ടാണ് അവിടെ ജോലി ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് പേഷ്യൻ്റ് കേസ് മാനേജറായിട്ട് ജോലി ചെയ്തു. പിന്നെ 1998 ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഹ്യൂസ്റ്റണിൽ വന്നു. ഹ്യൂസ്റ്റണിൽ വന്നിട്ട് 14 വർഷമായുള്ളൂ. ശരി. അമ്മമ്മ ഈ അമേരിക്കയ്ക്കോ കാനഡയ്ക്കൊക്കെ വരുന്നതിന് മുമ്പേ അമ്മമ്മയുടെ പ്രൈമറി വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ഓർമ്മകൾ എന്തെങ്കിലും, അന്നത്തെ സ്കൂളിലെ ടീച്ചേഴ്സ് എന്തൊക്കെ പഠിപ്പിക്കുമായിരുന്നോ, ഓർമ്മ വല്ലതും ഉണ്ടോ? എത്ര മണിക്കൊക്കെ പോകണമായിരുന്നു? അതൊക്കെ വലിയ രസമാണ്. പ്രൈമറി സ്കൂളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു 1.5 മൈലോളം നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ വളരെ രസകരമായ. ആ സ്കൂള് ഏത് സഭയുടെ വല്ലതുമായിരുന്നോ? ചേർവേണമായിരുന്നു. ഒരു മിനിറ്റ്. എൻ്റെ പേര് മിസ്സസ് എലിയാമ്മ സാമുവൽ, കുഞ്ഞുമോളെന്ന് അറിയപ്പെടുന്നു. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിച്ചത് കവുങ്ങുംപ്രയാറ്റാണ്, ഒരു പബ്ലിക് സ്കൂളായിരുന്നു. അത് കഴിഞ്ഞ് ഹൈസ്കൂള് ഞങ്ങൾ വെണ്ണിക്കുളത്താണ് പഠിച്ചത്. അത് യാക്കോബ സഭയുടെ സ്കൂളായിരുന്നു. സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചേർച്ച് വെണ്ണിക്കുളം. അവിടുത്തെ സ്കൂളിലായിരുന്നു ഹൈസ്കൂൾ പഠിച്ചത്. അവിടെ 1.5-2 മൈലോളം നടന്നായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, ആങ്ങളെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എവരിഡേ നടന്നാണ് 2 മൈലോളം നടന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ കവുങ്ങുംപ്രയാർ വെണ്ണിക്കുളത്ത് നിന്ന് എങ്ങോട്ട് പോകുന്നു? തടിയൂർക്ക് പോകുന്ന ഭാഗമാണോ? അല്ല,
തിരുവല്ലായ്ക്ക്. ഓ തിരുവല്ലയ്ക്ക്. ഓ ആറിൻ്റെ സൈഡിലോട്ട് പോകുന്ന കോമളം സൈഡിലോട്ട് പോകുന്നത് അല്ലേ? ആ ഹാ ഹാ. ഓക്കെ ഓക്കെ. നടന്നാണ് സ്കൂളിൽ പോകുന്നതൊക്കെ? പോയാ കളരിയിലൊക്കെ പോയിട്ടുണ്ടോ? അന്ന് കളരി ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ആശാൻ പള്ളിക്കൂടോ കളരിയോ ഉണ്ട്. ഓലയിൽ എഴുതിയിട്ടുണ്ടോ? പോയാ ആഹാ. അതിനെപ്പറ്റി എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം വളരെ രസമാണ്. നേരം ഒരു 3 വയസ്സുള്ളപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളെ സ്കൂളിൽ പോകുന്നപ്പോൾ എനിക്കും പോകണമെന്ന് പറഞ്ഞുള്ള നിർബന്ധം പിടിച്ച് അന്നേരം കൊണ്ട് സ്കൂളിൽ ചേർത്തന്നെ കളരിയിൽ. 3 വയസ്സിൽ. എൻ്റെ ഉപ്പാപ്പനാ എനിക്ക് 2 വയസ്സ് കൂട്ടി പറഞ്ഞു കൊടുത്താണ് സ്കൂളിൽ ചേർത്തത്. ബിക്കോസ് അത്രയ്ക്ക് നിർബന്ധമായിരുന്നു എനിക്ക് പോകണമെന്ന്. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് വണിക്കുളം അല്ല മുമ്പിലായിട്ടുള്ള പ്രൈമറി സ്കൂളിൽ നടന്ന് പോയി. അന്നത്തെ ടീച്ചേഴ്സൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ളൊരു ടീച്ചറായിരുന്നു അവിടുത്തെ ഹെഡ് മാസ്റ്റർ. എൻ്റെ ഫാദറിൻ്റെ പേര് തോമസ് വർക്കി കൊച്ചുകുഞ്ഞെന്നറിയപ്പോഴും. അമ്മച്ചിയുടെ പേര് മറിയക്കുട്ടിയായിരുന്നു. ചേന്നങ്കേരി. വീട്ടുപേര് ഞങ്ങളുടെ പാരുമുന്നിൽ ഒരു വീട്. എൻ്റെ അമ്മച്ചിയുടെ വീട്ടുപേര് ചെറിയാട്ടുശ്ശേരിലെ ചേന്നങ്കേരി. അവിടെയാണ് ഞാൻ ആക്ച്വലി ജനിച്ചത്. പിന്നെ യു പി സ്കൂളിലോട്ട് പിന്നെ എവിടെയാ പോയത്? 1 വരെ 4 വരെ അല്ലേ കവങ്ങും പ്രയർ പഠിച്ചത്? 5 വരെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെണ്ണിക്കുളം സെൻറ്റ് ബെഹനാൻസി വന്നു. ആ ഹാ. അവിടെ 10 വരെ പഠിച്ചു. ഓ. അന്നത്തെ ഏതെങ്കിലും സാർമാരെ ഓർമ്മയുണ്ടോ? അവരെയൊക്കെ എങ്ങനെയാ മറക്കുക? ആഹാ. ഏതെങ്കിലും ഒരു പേര്, വീട്ടുപേരോ അറിയാവുന്ന സാർമാരോ ഹെഡ് മാസ്റ്ററോ ഒന്ന് പറയാമോ? ജോയ് സാറുണ്ട്, മാത്യു സാറുണ്ട്. ജോയ് സാറ് അല്ല മതി, അത് മതി, അത്രയും മതി. അന്നൊക്കെ ഏത് സബ്ജക്റ്റ് ആയിരുന്നു കൂടുതൽ താല്പര്യം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കണക്കോ സയൻസോ ഹിസ്റ്ററിയോ അങ്ങനെ വല്ലതും പറയാനുണ്ടോ? എനിക്ക് അങ്ങനെ ഇതൊന്നും പറയാനില്ല. പക്ഷെ എല്ലാത്തിനും ആവറേജ്, എല്ലാത്തിനും എബോ ആവറേജ് കിട്ടുമായിരുന്നു. ശരി. കാര്യം വീട്ടിൽ വരുമ്പോൾ ഒന്നും പഠിക്കാനൊന്നും അത്രയൊന്നും സൗകര്യം ഉണ്ടായിരുന്നില്ല. വരുന്നുണ്ടെ പശുവിന് പുല്ല് പൊടിച്ചു കൊടുക്കുക പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും സ്കൂളിൽ എല്ലാ സബ്ജക്റ്റിനും ഞാൻ നന്നായിട്ട്. ഏത് വർഷമാണ് അന്ന് 10ാം ക്ലാസ് SSC പാസ്സായതെന്ന് ഓർമ്മയുണ്ടോ? 10ാം ക്ലാസ് എന്ന് പറയുന്നത് അത് 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് എൻ്റെ പേരൻസൊക്കെ മൈസൂരിന് മൂവ് ചെയ്തു. ഓ ശരി. അപ്പോൾ ഒരു വർഷം ഞാൻ നേരണം കടപ്പറ ഹൈസ്കൂളിൽ ഒരു വർഷം പോയി പഠിച്ചു. അപ്പോൾ അവിടെ നിന്നാണ് പരീക്ഷ എഴുതുന്നത്. 10ാം ക്ലാസ് പരീക്ഷ. അമ്മാമ്മ മൈസൂരിന് പോയില്ല? അല്ല, അത് കഴിഞ്ഞ ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പോയി. അവരെന്തിനാ മൈസൂരിന് പോയത്? അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടായിരുന്നു പറഞ്ഞൊരു മൈഗ്രേറ്റ് ചെയ്ത. ശരി. എൻ്റെ അമ്മാച്ചന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മച്ചിയൊക്കെ അങ്ങോട്ട് പോയി. കർഷകരായിരുന്നു അവിടെ. കുറേ ഏക്കറൊക്കെ. അവിടുത്തെ കൃഷികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം നല്ല. എൻ്റെ ഫാദർ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ പുള്ളി വളരെ കൃഷിക്കാരനായിരുന്നു. പുള്ളിക്ക് ഹി കുഡ് കം ബാക്ക്. ശരി. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് പോയത്. ശരി. ഒത്തിരി ഫാമിലി ഉണ്ടായിരുന്നു. അമ്മാമ്മയ്ക്ക് എത്ര സഹോദരങ്ങളും സഹോദരിമാരാ? ഞങ്ങൾ 7 പേരുണ്ട്. എൻ്റെ അച്ചാച്ചനും അമ്മച്ചിക്കും 7 മക്കൾ. അതിൽ ഒരാളറിയാതിരിക്കുമല്ലോ, തമ്പി. അറിയാം, മൈസൂർ തമ്പി. അതെ. അവൻ എൻ്റെ നേരെയുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അവൾ മരിച്ചുപോയി. ഇവിടെ ന്യൂയോർക്കിലായിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ. രണ്ടാമത്തായിരുന്നു തമ്പി. മൂന്നാമത്തെ രാജു ഇവിടെ ഉണ്ട് ന്യൂയോർക്കിൽ. ശരി. 4ാമത്തെ ഓമന അവളിവിടെ ഉണ്ട്. ഇവിടെ 5 സുശീല, അവള് ഇപ്പം ന്യൂജേഴ്സിയിലാണ്.
പിന്നെ ഇളയത് റോയ്, അവൻ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ. പിന്നെ എൻ്റെ പേരൻസിനെയൊക്കെ നോക്കുന്ന കെയർ ഓഫിൽ നാട്ടിൽ പോയി. അവനങ്ങ് പോയി, തിരിച്ചു പോയി. പുള്ളിയുടെ ഫാമിലി നാട്ടിലാണ്. മക്കളൊക്കെ അവൻ മക്കളും ഉള്ളതെല്ലാം നാട്ടിൽ തന്നെ. ബാംഗ്ലൂരിൽ. ആ. പിന്നെ ഹൈസ്കൂളിൽ എന്തെങ്കിലും രസകരമായ ഓർമ്മകൾ അന്നത്തെ കാലത്ത് എന്തെങ്കിലും ഉണ്ടോ? കലോത്സവങ്ങളോ ഉത്സവങ്ങളോ? ഇത് എന്തുവാ ഞങ്ങൾ എന്നാ വാർഷികത്തിനൊക്കെ എന്തോ ഒരു വാരം ഉണ്ടല്ലോ, സേവനവാരോ? അല്ല, അതിനൊക്കെ വളരെ ഇതായിരുന്നു. ആക്റ്റീവായ NSSൽ. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ മൈസൂറിന് പോയി. പിന്നെ അവിടെ കർണാടക പഠിച്ചോ? ഇല്ല. പിന്നെ ഒരു വർഷത്തോളം ഞാൻ അവിടെ താമസിക്കേണ്ടി വന്നു. താമസിച്ചു. കന്നഡ അറിയാവോ? കുറച്ചൊക്കെ മനസ്സിലായി. അന്നേരമൊക്കെ പറയായിരുന്നു. പിന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിക്ക് പോയി. എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു അവിടെ. ഷീ വാസ് ദ മെയ്റ്റൻ ഓഫ് നേഴ്സിംഗ് സ്കൂൾ ഇതിൽ. ശരി. അപ്പോൾ ഷീ ടുക്ക് മീ ദെയർ. അപ്പം ഞാൻ ഡൽഹിയിൽ പോയി നേഴ്സിംഗ് പഠിച്ച്. ഷീ വാസ് മൈ സെക്കൻഡ് മദർ. ശരി. എത്രാമത്തെ വയസ്സിലാണ് ഡൽഹിക്ക് പോകുന്നത് ഓർമ്മയുണ്ടോ? 18 ഒക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്ക്. അന്നൊക്കെ നേഴ്സിങ്ങിനെ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ എടുക്കുമായിരുന്നു. വേറെ പഠിക്കൊന്നും വേണ്ട. എൻ്റെ ആൻറ്റി ഉണ്ടായിരുന്നായിരുന്നു എൻ്റെ വലിയ ഹെൽപ്പ്. ചിലരൊക്കെ എൻ്റെ കൂടെ പഠിച്ച പലരും ഉണ്ട് ഇവിടെ. തൊടുപുഴയിൽ നിന്നൊരു 5-10 പിള്ളേരുണ്ട് ഇവിടെ. ഇവിടെ തന്നെ ഉണ്ട്. അറിയില്ല, തൊടുപുഴയിലും അല്ല എൻ്റെ വീട് കറക്കിച്ചാല. എനിക്കറിയില്ല. ഡൽഹിയിൽ 3 വർഷം പഠിച്ചു. 3.5 വർഷം പഠിച്ചു. 4 വർഷം ഉണ്ടായിരുന്നു. 4 വർഷം പഠിച്ചു. നഴ്സിംഗ് കഴിഞ്ഞ് മിഡ്വൈഫറിയും കഴിഞ്ഞ്. അന്ന് ഹിന്ദി പ്രയാസം ഉണ്ടായിരുന്നോ? ആദ്യം ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങ് തൊട പറഞ്ഞല്ലേ. ഓക്കെ. ഡൽഹിയിൽ രസകരമായ എന്തെങ്കിലും അനുഭവം? അന്നൊക്കെ യാത്രകളൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു? നാട്ടിൽ നിന്ന് പോകുന്നതൊക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ഓർമ്മയിലുള്ള 1-2 സംഭവങ്ങൾ. ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് എന്തോ അറിയാം ഈ ഹിന്ദിയൊക്കെ. അതെ, വളരെ പ്രയാസമായിരുന്നു. പക്ഷേ ഓരോരുത്തടത്തും ദൈവം എന്നെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതി. കാത്ത് സൂക്ഷിച്ചു. അങ്ങനെ അന്നത്തെ ട്രെയിൻ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ കൽക്കരി വണ്ടി ആണല്ലോ. 3-4 മാറിയൊക്കെ അല്ലേ പോകുന്നത്. ജാൻസിയിലും ഒക്കെ ഇറങ്ങി കയറി ഇട്ടാർസിയിലും ഒക്കെ മാറി അല്ലേ? ഓർമ്മയുണ്ടോ എന്തെങ്കിലുമൊക്കെ? എനിക്ക് എൻ്റെ ഒരു നാട്ടുകാരിയല്ല, കുറുപ്പന്തറക്കാരി ഒരു സ്ത്രീ 2 പേരുണ്ടായിരുന്നു. ശരി. അവർ ഈ പറഞ്ഞ ഒരു ഹാപ്പൻ ടു ബി they were also going to the same hospital I was going. അപ്പോൾ ട്രെയിനിൽ അങ്ങനെ എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്കൊന്നും യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അല്ല, ഒന്നും വളരെ അപൂർവ സന്ദർഭങ്ങളിൽ. അന്നേരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ എൻ്റെ ആൻറ്റി വാസ് സപ്പോസ് ടു ബി ദെയർ. ഐ ലുക്ക്ഡ് അറൗണ്ട്. പുള്ളിക്കാരിയെ കണ്ടില്ല. പിന്നെ ഇവർ പറഞ്ഞു, കുഞ്ഞോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി ആൻറ്റിയുടെ ഹോസ്പിറ്റലിൽ കൊണ്ട് എന്നെ ഇവിടെ ഏൽപ്പിച്ചാൽ പോയി. അതിന് ഞാൻ ചെല്ലുന്നതിന് ഒരു 1/2 മണിക്കൂർ മുന്നേ പുള്ളി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എന്നെ കാണാൻ വീട്ടിൽ വന്നിരിക്കുക. കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ നമുക്ക്. ഫോൺ വല്ലതും ചെയ്യാൻ. അതെ. ഇനിവേ പിന്നെ പുള്ളിക്കാരിയോട് കുറച്ച് നാൾ താമസിച്ച് എന്നിട്ടാണ് പുള്ളിക്കാരിയാണ് എന്നെ നഴ്സിങ്ങിന്. അത് പുള്ളിക്കാരി വില്ലിംഗ്ടണിലായിരുന്നു. നമുക്ക് അറിയാവുന്ന വില്ലിംഗ്ടൺ ഹോസ്പിറ്റലായിരുന്നു. ശിവസ്തമേറ്റം. എനിക്ക് അഡ്മിഷൻ വാങ്ങിച്ച് കിട്ടിയത് ലേഡി ഹാർഡിങ് മെഡിക്കൽ കോളേജ്. അവിടെ അന്നത്തെ ലേഡീസിൻ്റെ ഇതുള്ളത് ഒരു ഇതേ ഉള്ളായിരുന്നു. ഷീ ഹെൽപ്പ് മീ എ ലോട്ട്. അങ്ങനെ അവിടെ പോയി. ആദ്യമൊക്കെ പഠിക്കാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു. സയൻസ് ഒക്കെ, ഹിന്ദിയും സയൻസും. അതെ. പിന്നെ അനാറ്റമി ഒക്കെ വന്നപ്പോൾ കുറേയൊക്കെ. പക്ഷേ എല്ലാം ജയിച്ചു. അങ്ങനെയൊക്കെ പാസ്സായി. ആ 3.5 വർഷം കൊണ്ട് അമ്മാമ 4 വർഷം. പിന്നെ ഡൽഹി പിന്നെ ജോലി വല്ലതും ചെയ്തോ? അത് കഴിഞ്ഞ് ബോണ്ട് വല്ലതും പാസ്സായി കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളം ഞാൻ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ
അവിടെ കുറച്ച് നാൾ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടാ ജോലിക്ക് പോയത്? ഞാൻ പോയത് ENT ആയിരുന്നു. ENT-ലോട്ട്. ഒരു അവിടുത്തെ മേറ്റനുണ്ടായിരുന്നു, അത് എൻ്റെ ആൻറ്റിയുടെ ഫ്രണ്ടായിരുന്നു. പാസ്സായെന്ന് പറഞ്ഞാലും ഉടനെ എനിക്ക് ജോലി കിട്ടി. എന്നിട്ട് പുള്ളിക്കാരി അറേഞ്ച് ചെയ്ത് തന്നെ. എനിവേ അവിടെ ചെന്ന് അവിടെ എത്ര നാൾ ജോലി ചെയ്തു? ഓൾ ഇന്ത്യയിൽ ഒരു 1-2 വർഷത്തോളം കഷ്ടിച്ച്. അപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് കാനഡയിൽ നിന്ന് ഞാൻ എഴുതുന്നുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാനുള്ള. അവിടെ ഏത് പ്രോഗ്രാമിന് എങ്ങനെ വന്നത്? ഞാൻ ആക്ച്വലി ഇമിഗ്രൻ്റ് ആയിട്ട് തന്നെ കിട്ടി. ഓക്കെ, കാനഡയിൽ ഇമിഗ്രൻ്റ് ആയിട്ട് വരികയാണ്. പക്ഷെ അവിടെ പഠിക്കാനാണ് വരുന്നത്? അല്ല, ജോലിക്കാ, നേഴ്സായിട്ട് ജോലി RN-ആയിട്ട് വരികയാണ്. പരീക്ഷ ഇവിടെ വന്ന് അവിടെ വന്നൊരു 1-2 പരീക്ഷ എഴുതണമായിരുന്നു. പക്ഷേ എനിക്ക് അവിടുന്ന് കിട്ടിയാ വന്നത്. ആദ്യം കാനഡയ്ക്ക് തന്നെയാണ് വന്നത്? അതൊക്കെ പറഞ്ഞ യെസ്, ഐ ഡിഡ്ന്റ് ഹാവ് എനിബഡി ടു ഈവൻ ടേക്ക് മീ ഫ്രം ദ എയർപോർട്ട്. ഏത് സ്ഥലത്തോട്ടായിരുന്നു വരേണ്ടത്? ഞാൻ പോയത് മോൺട്രിയൽ, ടൊറന്റോയിൽ തന്നെയാണ്. ഓക്കെ, ഡൗൺ ടൗണിൽ തന്നെ. ഓക്കെ. എനിക്ക് അന്നേരം പറയുന്ന പോലെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. പക്ഷെ എൻ്റെ കൂടെ ഓൾ ഇന്ത്യ ജോലി ചെയ്ത ഒരു പെണ്ണ് അങ്ങോട്ട് പോയിരുന്നു. ശരി, ആ റെഫറൻസ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അവിടെ എങ്ങാണ്ടുണ്ടായിരുന്നു, അവിടെ എവിടെയാണെന്ന് അറിയില്ല. ശരി, അങ്ങനെ ഒരു നിലയിലാണ് പോകുന്നത്. എനിവേ അന്ന് എയർപോർട്ടിൽ ചെന്നിട്ട് ഓണസ്റ്റ്ലി ഐ ഡിഡ്ന്റ് ഈവൻ ഹാവ് എനിബഡി ടു റിസീവ് മീ. എന്നിട്ട് അവിടെ ചെന്ന് ഒരു എയർപോർട്ടിലൊരു സ്ത്രീയോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്നതാ സംഭവം, എനിക്ക് ഇന്ന ഹോസ്പിറ്റലിൽ പോകണം. അന്നേരം പറഞ്ഞു നീ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു അന്നേരം എന്താ നമുക്ക് ഗുരുത്വത്തിന് കുറച്ച് പൈസ നമുക്ക് കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെ പൈസ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു അതിൻ്റെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ക്യാബ് എടുത്ത് അറേഞ്ച് ചെയ്ത് തന്നാൽ. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു ഫ്രൈഡേ ഈവനിങ്ങിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഓർത്ത് നോക്കും, ഫ്രൈഡേ ഈവനിങ് എല്ലാവരും ക്ലോസ് ചെയ്ത് പോയി വീട്ടുകളിൽ, വീക്കെൻഡായി. നമുക്കത് വല്ലതും അറിയോ? അവിടെ ചെന്നേച്ച് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ജോലി ചെയ്യുക. ശരി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതാ സംഭവം, എനിക്ക് ഇങ്ങനെ വേറെ ആരും ഇല്ല ഇവിടെ എന്ന് പറഞ്ഞു. അവർ പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ വന്നിട്ടുണ്ട്. അവർ പിന്നെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ക്യാബ് വിളിച്ചിട്ട് എന്നെ അങ്ങോട്ട് വിട്ടു. അത് എത്ര ദൂരം ഉണ്ടായിരുന്നു? വലിയ ദൂരം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് അവളുടെ വീട്ടിൽ ചെന്ന് അവക്കാണെ ആ പടെ ഇത്രയും ഒരു റൂം മാത്രം ഉണ്ടായിരുന്നു. അന്ന് അവിടെ പിടിച്ച് പിറ്റേ ദിവസം എന്നോട് പറഞ്ഞിട്ട് സാരമില്ല, നമുക്ക് ഒരിടത്ത് പോകാമെന്ന് പറഞ്ഞു. അവരുടെ നാട്ടുകാരി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അവിടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അല്ല, എന്നെ പരിചയപ്പെടുത്തി. പുള്ളിക്കാർ ജോലി ചെയ്തത് ട്രാൻസ്ജെൻഡറിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് എന്നെ അവൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ സബ് തന്നെ എടുത്തിട്ട് തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. അന്ന് ചെറുപ്പമാണല്ലോ, ഒരു 23 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. 23 ഒന്നും പറയണ്ട. പൈസ എടുത്തു കൊടുത്ത് നമുക്കറിയാമോ എന്തൊക്കെയാന്ന്. ഒരു സബ് വൈക്കൊക്കെ ചെന്ന് കയറിയിട്ട് ഡൗൺ ടൗൺ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പ് ഡൗൺ കയറാൻ തുടങ്ങും. അങ്ങനെയൊന്നും വലിയ ഇതില്ലാതെ ഹോസ്പിറ്റലിലെത്തി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പുള്ളിക്കാരിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരി. അപ്പോൾ അവൾ ലഞ്ചിന് വന്നേച്ചെന്നോട് പറഞ്ഞു ഡോണ്ട് വറി എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു യു ക്യാൻ കം ആൻഡ് സ്റ്റേ വിത്ത് മീ. അങ്ങനെ പറഞ്ഞു. ശരി. അന്നേരം പിന്നെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ വണ്ടിയും കൊടുക്കുകയൊക്കെ ആയിട്ട് പോയി, അവരുടെ വീട്ടിൽ പോയി. മേരിക്കുട്ടി വാസ് എ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് മൈൻ. ശരി. അവരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ കാനഡയിൽ തന്നെ ആണോ? ഉണ്ട്. അവർ അമേരിക്കയിൽ വന്നല്ലേ? ശരി. അങ്ങനെ പുള്ളിക്കാരിയുടെ കൂടെ
ഫ്യൂ മന്ത്സോളം താമസിക്കുന്നതിന് മുന്നേ എൻ്റെ ക്ലാസ്മേറ്റും എൻ്റെ റൂംമേറ്റ് എന്ന് അവൾ റൂംമേറ്റായി ലില്ലി എന്ന് പറയുന്ന ശരി ക്ലാസ്മേറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളും വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ അപ്പാർട്ട്മെൻ്റ് ഒക്കെ എടുത്ത് ഹോസ്പിറ്റലിനടുത്തോട്ട് പോയി. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാവുന്നതൊക്കെ കംഫർട്ടബിൾ. നമുക്കറിയാം ഇവിടുത്തെ. അതെ അതെ. ആദ്യം വന്നപ്പോൾ പ്രയാസമായിട്ട് എന്താ തോന്നിയത്? ലാംഗ്വേജ് ആണോ ജോലിയാണോ എന്താണ്? അത് ഓൾ ടുഗദർ എവറിത്തിങ് വാസ് ടഫ്. പിന്നെ നമുക്കറിയാം എങ്ങോട്ടാ പോണേ, എന്താ ചെയ്യേണ്ടത്. അതെ. പിന്നെ ഓരോരുത്തർ ഇപ്പം എല്ലാവർക്കും നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കും. അതെ, മനസ്സിലായേ? പുള്ളിക്കാരി ടൊറന്റോയിലെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ബസ്സിനൊക്കെ ഇതുണ്ടായിരുന്നു, മെട്രോ അല്ലേ? സ്ട്രീറ്റ് കാർ എന്ന് പറയും. സ്ട്രീറ്റ് കാർ. ഓ ശരി. ഇങ്ങനെ ഈ ഇലക്ട്രിക് ഇത്. ഓ ഓക്കെ. ട്രാം പോലുള്ളത്. അതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ച് അപ്പാർട്ട്മെന്റ് എടുത്തിരുന്ന നോട്ട് ടു ഫാർ ഫ്രം ദ മെയിൻ ഇത്. അപ്പം ഞങ്ങൾക്ക് പിന്നെ അവിടുന്ന് പോകാൻ എളുപ്പമായിരുന്നു. പടിക്കലോട്ടിറങ്ങി ഒരു 1.5 ബ്ലോക്ക് നടക്കാമെങ്കിൽ മെട്രോ ട്രാം കിട്ടും. ഓ ശരി. അത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരച്ച് അങ്ങനെ പോകുമായിരുന്നു. പിന്നെ എൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മാനേജ് ചെയ്തു. ഓക്കെ. അന്ന് ആ കാലത്തൊക്കെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വന്നപ്പോൾ ഈ ഡോളറിലോട്ടുള്ള ഈ എക്സ്ചേഞ്ച് ഒക്കെ അങ്ങനെ പ്രയാസമായിട്ട് തോന്നിയായിരുന്നു? അതോ? ഞാൻ കുറേ പൈസ കൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ അന്ന് വന്നപ്പോൾ ഇത്ര ഡോളർ നമുക്ക് അവിടെ കെട്ടിവെച്ചിട്ട്. ഓ അത് ശരി. ഒരു സെക്യൂരിറ്റി ബോണ്ട് ഉണ്ടായിരുന്നു. അത്രയും പൈസ കൊണ്ടുവരണമായിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് വലിയ പാട് വന്നില്ല. ഞങ്ങൾക്ക് ആവശ്യത്തിന് നമുക്ക് കുറേശ്ശെ റീഫണ്ട് തരുമായിരുന്നു അവരെ. ഓ അത് ശരി. അപ്പോൾ പിന്നെ അത് എടുത്താണ് നമ്മൾ കാര്യങ്ങളൊക്കെ ആദ്യം കണ്ടത്. അമ്മാമ്മയ്ക്ക് അന്ന് ഫുഡിനൊക്കെ ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും തോന്നിയായിരുന്നോ അങ്ങനെ? അതോ ഇവിടുത്തെ വെസ്റ്റേൺ സ്റ്റൈലൊക്കെ? അതവിടെ ഹോസ്പിറ്റലാവുന്ന പ്രശ്നം. ഞങ്ങൾ ഡൽഹിയിലൊക്കെ കഴിഞ്ഞല്ലേ, അപ്പോൾ അന്നേരം വലിയ പ്രശ്നം. അന്നേരം പിന്നെ ഞങ്ങൾക്ക് ഞാനും എൻ്റെ റൂംമേറ്റും അവൾ ടിപ്പിക്കൽ കേരള പേഴ്സണാണ്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ പ്രശ്നമില്ല. ഞങ്ങളെല്ലാം തന്നെ വാങ്ങിച്ചെല്ലാം കുക്ക് ചെയ്തു. അന്നേരം ആദ്യ ദിവസം കുക്ക് ചെയ്യാൻ പോയത് ഐ വിൽ നെവർ ഫോർഗെറ്റ്. എന്താണ് ഗ്യാസിൻ്റെ ഒക്കെയാണോ? അല്ല, എന്തോ ഇന്ന് കൂട്ടാൻ വയ്ക്കുന്നതെന്ന് ചോദിച്ചു. ലില്ലിയോട് ചോദിച്ചു. ലില്ലി പറഞ്ഞു എന്നെ കൂട്ടാൻ വയ്ക്കുന്നത് നമുക്കൊന്നും പിക്കിള് കണ്ടുണ്ട്, നമുക്ക് ഇച്ചിരി സമ്മന്തി എല്ലാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അവൾ 2 മുളക് എടുത്ത് ചീനച്ചട്ടിക്കകത്തിട്ട് വറക്കാൻ പറഞ്ഞു. എൻ്റെ അമ്മോ അവിടെ എല്ലാം സ്മെല്ല് അല്ലേ, പുകയടിച്ച് എല്ലാവരും തുമ്മാൻ തുടങ്ങി കാണും അല്ലേ? അവർ കയറി വന്ന് മേലെ, ഞങ്ങൾ മേലത്തെ ഫ്ലോറിലാണ്. ഞങ്ങൾ കയറി വന്നിട്ട് ഒരു ഉത്സാഹമായിരുന്നു. അവർ ചോദിച്ചു യു ഗോയിങ് ടു ഡു ദിസ് അഗെയിൻ എവറി ഡേ ചോദിക്കുക ഞങ്ങളോട്. ഞങ്ങൾ പറഞ്ഞു സോറി, ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. അത് ശരി. അവരെ മുഴുവൻ പോയിച്ച് ഇത് ആക്കിയല്ലേ അടിച്ചു. അന്ന് കാനഡയിൽ വന്നപ്പോൾ അമ്മാമ്മയ്ക്ക് പൊതുവെ ഇന്ത്യയിൽ ജോലി ചെയ്തോ അമേരിക്കയിൽ വന്ന് കാനഡയിൽ വന്ന് ജോലി ചെയ്തതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. പ്രകടമായ വ്യത്യാസം എന്തായിരുന്നു? കംഫർട്ടാണോ അതോ? ഇല്ല, കംഫർട്ടായിരുന്നു. ലാംഗ്വേജ് നമുക്ക് ഡൽഹിയിലൊക്കെ ആയിരുന്നുകൊണ്ട് ഇച്ചിരിയൊക്കെ അതെ അതെ. മറ്റേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടി പോയാൽ കേരളത്തിൽ നിന്ന് പ്രയാസപ്പെട്ടു പോയാൽ അത്ര ഇതുണ്ടായില്ല. പിന്നെ ആഹാരമൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അങ്ങ് ഇങ്ങനെ കൂട്ടുകാരുണ്ടായിരുന്നതുകൊണ്ട് അതെ അതെ ഞങ്ങൾ അങ്ങനെ ഇത് ചെയ്തു. ആ ഹോസ്പിറ്റലിൽ എത്ര വർഷം ജോലി ചെയ്ത അമ്മ സത്യത്തിൽ? അവിടെ ട്രാൻസ്ജെൻഡറിൽ 2 വർഷം ചെല്ലുവാണ് ജോലി ചെയ്തത്. പിന്നീട് അന്നേരം ഞാൻ നാട്ടിൽ പോയി കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് കാനഡയിൽ വന്നേച്ച് അന്നേരമാണ് പ്ലാൻ ഇട്ടത് പിന്നെ അമേരിക്കയ്ക്ക് വരാൻ. ഓ ശരി. ആ കാര്യം നമുക്ക് അടുത്തത് പറയാവേ. 1 2 3 ഓക്കെ. കല്യാണത്തിൻ്റെ കാര്യം എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. എൻ്റെ അമ്മാച്ചൻ്റെ അമ്മായിയുടെ ജ്യേഷ്ഠത്തിയുടെ മകനാണ്. സ്വന്തം. അപ്പോൾ പുള്ളിക്കാരനെ അങ്ങനെ അറിയാമായിരുന്നു. പിന്നെ ഇവർ വീട്ടിൽ ഞങ്ങൾ പിന്നെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ അവർ ചെന്ന് ആലോചിച്ച് അവർ
അവർക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ അങ്ങനെ അന്ന് അച്ഛൻ എന്നെ എന്ത് ചെയ്തു? എവിടെ പഠിച്ചിരുന്നു? എയർഫോഴ്സിലായിരുന്നു. ഓ, എയർഫോഴ്സ്. എവിടെയായിരുന്നു? പുള്ളി ഹി വാസ് ഇൻ ആസാം എങ്ങാണ്ടായിരുന്നു. ഓ, അത് ശരി. അവിടുന്ന് പുള്ളിക്കാരനെ അവധിയൊക്കെ എടുത്ത് വന്നു. അവിടെ കല്യാണം കഴിഞ്ഞ് അധികം കഴിക്കുന്നതിന് ഞാനിങ്ങ് പോകുന്നു കാനഡയിൽ. അവിടെ വന്നു കഴിഞ്ഞ് ഞാൻ പിന്നെ സ്പോൺസർ ചെയ്ത് ഈ കെയിം ഇൻ വിത്തിൻ 2 years. 2 വർഷം എടുത്ത് കാനഡയ്ക്ക് വരാൻ അമ്മമ്മ സ്പോൺസർ ചെയ്തിട്ട്? എയർഫോഴ്സിൽ. ഓക്കെ ഓക്കെ. അവിടുന്ന് ക്ലിയറൻസ് ഒക്കെ വരണമായിരുന്നു. ഓക്കെ. അവിടുന്ന് റിസൈൻ ചെയ്തു അതോ ഒരു സർവീസ് ചെയ്തു? അല്ലെങ്കിൽ കുറച്ചും കൂടി ചേരുന്ന കുറേ പെൻഷനൊക്കെ? പൈസയൊന്നും വേണ്ട. ഗോട്ട് ഇറ്റ്. ഇനി പോകുന്നു. അങ്ങനെ അപ്പം അച്ഛനെ കല്യാണം കഴിച്ചു വന്നു. പിന്നെ നിങ്ങൾ അപ്പാർട്ട്മെന്റ് എടുക്കുമായിരുന്നു? വേറെ സെപ്പറേറ്റ് ചെയ്തു റൂം? ഞങ്ങൾ പുള്ളി വന്നപ്പോഴത്തേക്ക് എനിക്ക് ഓൾറെഡി ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൻ്റെ തന്നെ. ഓക്കെ. അപ്പോൾ പുള്ളി എവിടോട്ടാണ് വന്നേ. പിന്നെ ഞങ്ങൾ അവിടെ താമസിച്ച എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എവിടെ? കാനഡയിലോ? അമ്മമ്മ കാനഡയിൽ ഓൾറെഡി സിസ്റ്ററിനെ കൊണ്ടുവന്നിരുന്നു. ഓ, അത് ശരി. ഞാൻ വന്നു കഴിഞ്ഞ എൻ്റെ ഫ്യൂ മന്ത്സ് ആയപ്പോൾ. അതെങ്ങനെയാ വന്നത്? അമ്മമ്മ നേഴ്സായിരുന്നു. അല്ല, അതെ, അമ്മമ്മയെ റെഫർ ചെയ്യുകയോ വല്ല സിബ്ലിംഗ് ഫയലിങ്ങോ വല്ലതും ചെയ്യണമായിരുന്നോ? ഫയൽ ചെയ്താ വന്നേ. ഓ, ഫയൽ ചെയ്തു. ഇമിഗ്രൻ്റ് ആയിട്ട് തന്നെ വന്നു കാനഡയിൽ. 2 months വന്നു അല്ലെ? 2-3 months, 6 months? 6 monthsോളം വന്നു. ആ സിസ്റ്റർ എവിടെ ആയിരുന്നു നഴ്സിംഗ് ഒക്കെ പഠിച്ചത്? അവള് ഡൽഹിയിലായിരുന്നു. ഡൽഹി തന്നെയാണ്. ഡൽഹിയിൽ വില്ലിംഗ്ടൺ ഹോസ്പിറ്റലാണ് പഠിച്ച്. എന്നാ പറയാൻ, അവള് ബ്രസ്റ്റ് ക്യാൻസറായിട്ട് ന്യൂയോർക്കിലുണ്ടായിരുന്നു അല്ലേ? കല്യാണം കഴിച്ചിട്ടായിരുന്നു അന്ന് കാനഡയിൽ വന്നു അതോ അന്ന് സിംഗിളായിരുന്നു? അന്നേരം ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ അത് ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ അവളും പോയി കല്യാണം കഴിച്ചു. ഓക്കെ. പിന്നെ ഈ കല്യാണം നിങ്ങളുടെ നാട്ടിൽ വെച്ചാണോ നടത്തുന്നത്? അമ്മാമ്മയുടേത്? ഓ, അത് ശരി. റാന്നിയിൽ വെച്ചാണ്. റാന്നി. അച്ഛൻ്റെ വീട് റാന്നിയിലല്ലേ? പുള്ളിക്ക് അവരുടെ ചർച്ചിലെ ഇതിൽ വേണമെന്നുള്ളതായിരുന്നു. ഓക്കെ. അത് മർത്തോമ ചർച്ചോ? അല്ല, ഇവാഞ്ചലിക്കൽ. ഇവാഞ്ചലിക്കൽ. അമ്മാമ്മ ഓർത്തഡോക്സിലാണ്? ഓ, ഓർത്തഡോക്സിലാണ്. ഓക്കെ. ഇവാഞ്ചലിക്കൽ ചർച്ച് വെച്ചാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് കാനഡയിൽ എത്ര വർഷം കഴിഞ്ഞ് അമ്മാമ്മ അമേരിക്കയ്ക്ക് വരുന്നത്? അവിടെ ഞാൻ കാനഡയിൽ നിന്ന് 69 ഞാൻ അവിടെ എത്തി. 69 കാനഡയിൽ വന്നു. അത് കഴിഞ്ഞ് 71 ഇവിടെ വരുന്നത്, ന്യൂയോർക്ക് വരുന്നു. അതെന്തിനാ വന്നത്? എങ്ങനെ അമേരിക്കയ്ക്ക് വരാൻ തോന്നിയത്? അന്ന് ജോബ് കുറെ കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി ആണുങ്ങൾക്കും കിട്ടാൻ. ഓ, അത് ശരി. കാനഡയെക്കാളും കൂടുതൽ ന്യൂയോർക്കിലുണ്ടായിരുന്നു. പക്ഷെ തണുപ്പെല്ലാം സെയിം ആണ്. കാനഡയിലെ ന്യൂയോർക്കിലെല്ലാം സെയിം കൂടുതലായിരുന്നു. കാനഡയിൽ കൂടുതലാണ്, പക്ഷെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. സ്നോ എല്ലാം ഉണ്ട്. അവിടെ എത്ര വർഷം ന്യൂയോർക്കിൽ നിന്നു? 2 വർഷം. 2 വർഷം ന്യൂയോർക്കിലോ? അയ്യോ, 37 years. അത് ഏത് ഹോസ്പിറ്റലിലോട്ടാണ് വന്നത്? ന്യൂയോർക്ക് ഹോസ്പിറ്റല്. ന്യൂയോർക്ക് ഹോസ്പിറ്റൽ, കോർണിയൽ മെഡിക്കൽ സെന്റർ എന്ന് പറയും. ഓ, അത് ശരി. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ഫേമസ് ഹോസ്പിറ്റൽ ന്യൂയോർക്കിൽ. അവിടെ വന്ന് അവിടുത്തെ കാർഡിയാക് യൂണിറ്റിലായിരുന്നു ഞാൻ യൂസ്. ഓക്കെ. ICUയിൽ വർക്ക് ചെയ്ത് കുറച്ച് 10-15 വർഷത്തോളം. പിന്നെ അത് കഴിഞ്ഞ് ഐ വാസ് വർക്കിംഗ് ആസ് എ പേഷ്യൻ്റ് കേസ് മാനേജറായിട്ട് വർക്ക് ചെയ്തു. ഓക്കെ ഓക്കെ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ന്യൂജേഴ്സിയിലായിരുന്നു താമസിക്കുന്നത്. എന്നിട്ട് മെട്രോ എടുത്ത് ഞാൻ ഡ്രൈവ് ചെയ്ത. അമ്മാമ്മ ഡ്രൈവ് ചെയ്തു. കാനഡ വെച്ച് ഡ്രൈവിംഗ് പഠിച്ചായിരുന്നോ? കാനഡയിൽ വെച്ച് ഡ്രൈവിംഗ് പഠിച്ചില്ല, ന്യൂയോർക്കിൽ വന്ന് പഠിച്ചു. അത് ശരി. അവിടുന്ന് ഈ ട്രാൻസ്പോർട്ടേഷൻ ഈ ഡ്രൈവ് ചെയ്ത് വരുന്നുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊന്നും എടുത്ത് വരുന്നത് അത്ര ഈസി ആയിരുന്നില്ല. ന്യൂജേഴ്സിയിൽ നിന്ന് ന്യൂയോർക്ക് വരെ എന്നും ടോൾ എടുത്ത് പോകണമായിരുന്നല്ലോ. പിന്നില്ലേ? അതെ അതെ. പിന്നെ ഞങ്ങൾക്ക് മോളുണ്ടായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങൾക്ക് സെക്കൻഡ് കാറ് വാങ്ങിച്ച്. ഓ, അത് ശരി. ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യും, അല്ലെങ്കിൽ ഡാഡി എന്നെ കൊണ്ടുപോകാൻ. അങ്കിളിന് എന്നാ വന്നിട്ട് ജോലി കിട്ടിയത് ന്യൂയോർക്കിൽ വന്നിട്ട്? ഹി വാസ് ആൻ അക്കൗണ്ടന്റ്. ഓക്കെ ഓക്കെ. സോ ഹി ഗോട്ട് ഇറ്റ് സൂൺ. എയർഫോഴ്സിലായിരുന്നു. അങ്കിളിന് അങ്ങനെ ലാംഗ്വേജിന്റെ വലിയ ട്രബിൾ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു ന്യൂയോർക്കിൽ വന്നിട്ട്? അങ്ങനെ ഡിസ്കംഫർട്ടായിട്ടൊന്നും
പറഞ്ഞു. പുള്ളിയും കുറേ നാൾ ഇവിടെയൊക്കെ ആയിരുന്നല്ലോ, ആ ബാംഗ്ലൂരിലും ആസാമിലും എയർഫോഴ്സിലുണ്ടായിരുന്നല്ലോ 8 വർഷം. അതുകൊണ്ട് ബെറ്റർ he ആയിരുന്നു. had the, ന്യൂയോർക്കിൽ ഹോസ്പിറ്റലിലെ ലൈഫ് എങ്ങനെയായിരുന്നു? ജോലി സംബന്ധിച്ച് പറഞ്ഞാൽ ഹെവി പേഷ്യൻസോ അങ്ങനെയൊക്കെ തോന്നിയായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും പക്ഷേ നമുക്ക് വേറെ മാർഗമില്ല. മാർഗമില്ല. ഹെൽപ്പും ഉണ്ടായിരുന്നു മറ്റുള്ളവരെയൊക്കെ അല്ലേ? was tough. കാനഡയിലെ മെഡിക്കൽ കെയറും അമേരിക്കയിലെ കെയറും അമ്മ രണ്ടും കണ്ടല്ലോ. എന്താണ് പ്രകടമായൊരു വ്യത്യാസം? ഇപ്പോൾ പണ്ടത്തെ ഇതുമാതിരിയല്ല. വി ഹാവ് എ ലോട്ട് ഓഫ് അഡ്വാൻസ് തിങ് നൗ. പണ്ട് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. കാനഡയിലും ഇല്ലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. കമ്പ്യൂട്ടർ പോലുള്ള എയ്ഡ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ. ആസ് ഫാർ ആസ് പേഷ്യൻ്റ് ഈസ് കൺസേൺഡ് എന്താണ് വ്യത്യാസം? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പേഷ്യൻസ് റൂഡ് അമേരിക്കയിലാണോ അവിടെ ആയിരുന്നോ അങ്ങനെ വല്ലതും തോന്നിയിരുന്നോ? നോട്ട് റിയലി. പേഷ്യൻസിൻ്റെ എന്ന് പറഞ്ഞാൽ I always care about patients and I love to work with them, so they know. സോ അമ്മയുടെ അങ്ങനെ വലിയ ആർഗ്യുമെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഡിമാൻഡിങ്. ഓക്കെ. പിന്നെ പൊതുവെ പറഞ്ഞാൽ എന്താ നഴ്സിംഗ് കരിയർ കൊണ്ടാണോ അമ്മമ്മൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ആയത്? അങ്ങനെ ഒരു തോന്നല അമ്മമ്മയ്ക്ക് കേരളത്തിൽ നിന്ന് ആ പഠിത്തം? നോ ഡൗട്ട്. എൻ്റെ മദർ ഹോസ്പിറ്റലിൽ എവിടെയായിരുന്നു, സാഹിബിൻ്റെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു ഒരു പ്രാവശ്യം. ഐ വാസ് സോ യങ് അന്ന്, 2 വയസ്സേ ഉള്ളൂ. അവളെ ചെന്ന് നേഴ്സസ് ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് നടന്നപ്പോൾ എൻ്റെ വിചാരം റിയൽ ഏഞ്ചൽസ് ആണെന്നുള്ളത് അല്ലേ? ഓക്കെ. ഐ റിയലി വാണ്ടഡ് ടു ഗോ ഫോർ നേഴ്സിംഗ്. അന്ന് തുടങ്ങിയ ആഗ്രഹമാണ് ഞാൻ നേഴ്സിംഗിനെ പോകത്തുള്ളൂ. കറക്റ്റ്. എന്നിട്ട് ഞാനിവിടെ ഡൽഹിയിൽ വന്ന് അവിടുന്ന് പാസ്സായി കഴിഞ്ഞപ്പം അമ്മച്ചിയോട് എൻ്റെ പേരൻസിനോട് പറഞ്ഞു എനിക്ക് ഐ വാണ്ട് ടു ഗോ ഫോർ നേഴ്സിംഗ്. അപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയുടെ അവരൊക്കെ ചോദിച്ചു, ഈ കൊച്ചിന് നിനക്ക് നേഴ്സിങ്ങിനല്ല വേറെ ഒന്നിനും വിടാൻ. എക്സാക്ട്ലി. മൂത്തതായിരുന്നല്ലോ. അതെ. ഞാൻ പറഞ്ഞു അവക്കതാ പോകേണ്ടത്, ഐ വാണ്ടഡ് ടു ഗോ ഫോർ ദാറ്റ്. അങ്ങനെയാണ് ഞാൻ നേഴ്സിങ്ങിന് വന്നത്. ഐ എം ഹാപ്പി ഐ ഡിഡ്. അതുകൊണ്ട് ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അബ്സല്യൂട്ട്ലി. ഒരു ഹോൾ ഫാമിലി പ്ലസ് പ്രദേശവും നന്നായി കാണുമല്ലോ. അല്ല, I was able to help so many patients. Okay. മനസ്സിലായി. മെൻ്റൽ ഇതുണ്ട്. മനസ്സിലായി. പിന്നെ ഞാൻ ഒത്തിരി പേരെ എൻ്റെ കൂടെ അല്ലാത്തവരെ പലരെ ഞാൻ കൊണ്ടുവന്നു. നോർത്ത് ഇന്ത്യൻ ഇങ്ങോട്ട് റെഫർ ചെയ്ത് കൊണ്ടുവന്നു. എൻ്റെ ആൻറ്റിയുടെ ഹോസ്പിറ്റലിലെ പുള്ളിക്കാരിയുടെ കൂടുതൽ ജോലി ചെയ്ത കുറേ പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ അതുങ്ങൾക്കെല്ലാം വരളം ഒന്നും പറയണ്ട. അന്നേരമൊക്കെ ഉണ്ടായ ശല്യങ്ങൾ കൊണ്ടുവന്ന് പലത്തിനും ഹെൽപ്പ് ചെയ്തു. എല്ലാവരെയും ഹെൽപ്പ് ചെയ്തു. അവരെല്ലാം നല്ല നിലയിലായി വലിയ ഇതായിട്ട് ജീവിക്കുന്നുണ്ട്. ഹിന്ദിക്കാരും മലയാളികളും എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളെ കൊണ്ടുവന്നു, എൻ്റെ അനിയത്തി. പിന്നെ ഇത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിനെയൊക്കെ ഞാൻ സ്പോൺസർ ചെയ്തു. ബ്രദറിനെയായിട്ടല്ല ചെയ്ത്, സിസ്റ്ററിൻ്റെ ഈസ് എ നേഴ്സ്. സോ അവളെ കൊണ്ടുവന്ന് അതാകുമ്പോൾ എളുപ്പമാകുന്നുണ്ട്, മറ്റേ വെയിറ്റിംഗ് വേണ്ടല്ലോ. അങ്ങനെ കൊണ്ടുവന്ന്. പിന്നെ എൻ്റെ സിസ്റ്ററാണ് മറ്റേ ബ്രദേഴ്സിനൊക്കെ ചെയ്ത്. പിന്നെ 2 പേരും കൂടെ ഞങ്ങളുടെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ പേരൻസ് കൊടുക്കാൻ മരിക്കാറായപ്പോൾ പിന്നെ എന്നാ പറയാനാ, മൈ ബ്രദർ വാണ്ട് ടു ഗോ ആൻഡ് ഹെൽപ്പ് ദം ഔട്ട്. അങ്ങനെ ഇളയ ബ്രദർ അവിടെ പോയി. അവനിപ്പോഴും അവിടെ ഉണ്ട്. മൈസൂരിലാണോ അതോ മൈസൂരിൽ? മാംഗ്ലൂരിനടുത്ത്. ഓക്കെ. അവിടെ അറിയാമെന്ന് വരിയിൽ ഇല്ല, അത്ര അറിയില്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിനേക്കാളൊക്കെ ഒത്തിരി ബെറ്ററാ എന്ന് പറഞ്ഞാൽ. എൻ്റെ ഒരു കസിനാരണ്ട് വീട്ടിൽ ഞങ്ങളുടെ മൈസൂരിലൊന്ന് കണ്ടേച്ച് തിരിച്ചു ഇനി നാട്ടിൽ വന്നേച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഞാൻ വിചാരിച്ചു പണ്ട് ഞാൻ നിന്നോട് പറയുമായിരുന്നു, എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊച്ചു കുഞ്ചാനെന്ന് പറയുന്നത് എൻ്റെ ഫാദറാണ്, കുഞ്ചാനെയൊക്കെ തിരിച്ചുകൊണ്ട് കേരളത്തിലുണ്ടിരണമെന്ന്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഐ എം ഗ്ലാഡ് ഐ ഡോണ്ട് വാണ്ട് യു ടു
വി ഹാഡ് സച്ച് പിന്നെ നല്ല ഇതുണ്ട് മൈസൂരിലെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചിയുടെ ഫാമിലി മുഴുവനുണ്ട്. മനസ്സിലായോ? മനസ്സിലായി. എൻ്റെ അമ്മാച്ചന്മാരെങ്ങാണ്ട് എന്നൊക്കെയാണ്. അവരൊക്കെ വലിയ ടെക്നിക്കലോ ഇതായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഓക്കെ. അവരെല്ലാവരും വന്നതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം പള്ളിയുണ്ട്. ഓക്കെ. ഞങ്ങളുടെ വല്യപ്പച്ചനാ പോയി അപ്പച്ചൻ്റെ പ്രേരത്തിലാണ് വസ്തു കൊടുത്തിട്ട് പള്ളി പണിത്. എന്നിട്ട് നാട്ടിൽ ചെന്ന് തിരുമേനിയോട് പറഞ്ഞിട്ട് അവിടുന്ന് അച്ഛനെ കൊണ്ടുവന്നു. ഓ അത് ശരി. ആ ഞങ്ങളുടെ തന്നെ പള്ളിയാണ്. ഓർത്തഡോക്സ് പള്ളിയുണ്ട് അവിടെ. അപ്പോൾ വലിയൊരു പള്ളിയാണ്. പിന്നെ ന്യൂയോർക്കിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്കിൽ അമ്മാമ്മ 37 വർഷം ഉണ്ടായിരുന്നു പറഞ്ഞു. ഈ 37 വർഷം കൊണ്ട് ന്യൂയോർക്കിൽ പഠിച്ച ഒരു പ്രധാന കാര്യം എന്താ അമ്മാമ്മ? ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ടഫറായിരുന്നോ അതോ ഇഫ് യു ഹാവ് മണി വി ക്യാൻ ലിവ് എ ബെറ്റർ അങ്ങനെ തോന്നിയിരുന്നോ? ന്യൂയോർക്കിൽ ലൈഫ് എന്തായിരുന്നു പൊതുവെ? ഹൗ സാറ്റിസ്ഫൈഡ്? പിന്നെ വി ഹാഡ് എ ഫ്രണ്ട്സ്. അങ്ങനെ ഒരു വലയുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി ചർച്ച് ഉണ്ടായിരുന്നു. വി വർ വെരി മച്ച് ഇൻവോൾവ് വിത്ത് ചർച്ച്. അതാണ് അതിൻ്റെ ഏറ്റവും എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണമെന്ന് ഞാൻ പറഞ്ഞു എല്ലാം ഇട്ടേച്ചു. എനിക്ക് പള്ളി അത്ര ഇതായിരുന്നു. അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഒന്നും പറയണ്ട. ഈ സെയിം ഇവാഞ്ചലിക് ചർച്ച് തന്നെ അല്ലേ? ഓക്കെ ഓക്കെ. അച്ഛനൊക്കെ വന്നായിരുന്നു നാട്ടിൽ നിന്ന് ആ സമയത്ത് അല്ലേ? ഓ ശരി. ആ ഒരു പള്ളി തന്നെ ഉണ്ടാക്കിയത് ഞങ്ങൾ 5 or 6 പേര് കൂടിയിട്ട് $2 million കൊടുത്തു. മനസ്സിലായി. ഞങ്ങളുടെ നാട്ടിലൊരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ വിറ്റേജ്. So whole money we brought it here. Oh, okay. Want that to record? Yeah, oh, it's okay. Yeah, I will take it out. Yeah. Okay. അങ്ങനെ ഇത് ചെയ്താണ് പള്ളി കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായി. അന്ന് ഈ ന്യൂയോർക്കിലെ ലൈഫ് പിള്ളേർക്ക് ഹൗ സാറ്റിസ്ഫൈഡ് ദേ വേർ? ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തരല്ലേ ഒന്നല്ലേ ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ഒരു ജ്യേഷ്ഠത്തിയുടെ മകളൊരു കുട്ടി നേഴ്സിങ്ങിന് പഠിച്ചേച്ച് അവളെ ഞങ്ങളാണ് കൊണ്ടുപോയി. ഓ ശരി. അവള് ഞങ്ങളോട് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മാച്ചൻ്റെ മകളുണ്ടായിരുന്നു. പലരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ. മനസ്സിലായോ? അവിടെ എത്ര സിബ്ലിങ്സ് അന്ന് ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നു? അന്ന് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നു. ഓ അത് ശരി. 6 പേരും 7 പേരും അവിടെ ഉണ്ടായിരുന്നു. ഓ അത് ശരി. അവർ എല്ലാം ഓർത്തഡോക്സ് പള്ളിയല്ലേ മറ്റുള്ളവരെല്ലാം പോയിക്കൊണ്ടിരുന്നേ? അതോ ഇവാഞ്ചലിക്കലും ആരെങ്കിലും ആരുമില്ല ഇവാഞ്ചലിക്കൽ. എൻ്റെ അനിയത്തിയെ കെട്ടിച്ചിരിക്കും. എൻ്റെ അനിയത്തിയെ കല്യാണം കഴിച്ചിരിക്കുന്ന കുഞ്ഞിൻ്റെ അനിയനാണ്. ഓ ശരി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവാഞ്ചലിക്കൽ പുള്ളി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാവരും യാക്കോബയാണ്. ഓർത്തഡോക്സ് സഭയിലാണ്. എൻ്റെ ഒരു അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയുടെ മകനൊരു എപ്പിസ്കോപ്പയാണ്. ഓ അത് ശരി. ഇപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ അമ്മാച്ചൻ്റെ കൊച്ചുമോൻ ഒരാൾ കൂടെ 2 ഷമ്മാശനുണ്ട്. ഓ അത് ശരി. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ശമാശ് പട്ടത്തിന് അച്ഛൻ്റെ പട്ടത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഓ അത് ശരി. പിന്നെ നാട്ടിലും ഉണ്ട് കുഞ്ഞിൻ്റെ ഒരു അമ്മാച്ചൻ്റെ മോനെ വേറൊരു ശമാശ്. ഓ അത് ശരി. കമ്മിങ് ബാക്ക് ടു നഴ്സിംഗ്, അമ്മമ്മ അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും പഠിക്കാനോ വല്ലതും പോവുക വന്നോ? അമേരിക്ക വന്ന് ആറിൻ്റെ ടെസ്റ്റ് എഴുതി? അത് എഴുതാതെ പറ്റില്ലായിരുന്നു. ഇല്ലായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡിഗ്രി എടുത്തായിരുന്നു. പോയി നേഴ്സ് പ്രാക്ടീഷണറായോ? ഇല്ല, അതല്ല. ഡിഗ്രി എന്ന് പറഞ്ഞാൽ നേഴ്സിംഗിൻ്റെ ഗ്രാജുവേഷൻ ഒന്നുമല്ല. ഞങ്ങൾ എന്താ പറയുക, MBA വല്ലതും ആണോ? അങ്ങനല്ല, നഴ്സ് മാനേജർ ആകാൻ വേണ്ടിയായിരുന്നു. ഓ ശരി. നേഴ്സിംഗിൻ്റെ സെൻറ്റ് ജോസഫ് കോളേജിൽ പോയി അഡ്മിനിസ്ട്രേഷനും പിന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ആ ഒരു ഡിഗ്രിയോടെ എടുത്തു. അപ്പോൾ അമ്മാമ്മ എത്ര നാൾ പേഷ്യൻ്റ് കെയറിലും പിന്നെ അത് കഴിഞ്ഞ് നഴ്സ് മാനേജർ ആകുന്ന എത്ര, അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എത്ര വർഷം ബെഡ് സൈഡായിരുന്നു? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നഴ്സ് ആറിനായിട്ട് എത്ര നാൾ പേഷ്യൻ്റ് കെയറിലും പിന്നെ നഴ്സ് മാനേജർ ആയല്ലോ? അല്ലല്ല, അങ്ങനെയല്ല.
ആ പേഷ്യൻ കേസ് മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി മാനേജ് ചെയ്യുന്നത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓക്കെ. മനസ്സിലായോ? ഞങ്ങളാണ് ഇൻഷുറൻസുകാരും എല്ലായിട്ട് ഡീൽ ചെയ്യുന്നതും. മനസ്സിലായി. ഓ അപ്പം ശരിക്കും പറഞ്ഞാൽ യൂണിറ്റിലല്ല, ഓഫീസിലാ. യൂണിറ്റിൽ പോകണ്ടല്ലോ, യൂണിറ്റിൽ പോയി ഇങ്ങനെ എല്ലാം അവരുമായിട്ടുള്ള ചെയ്യണം, അസസ്മെന്റ് ചെയ്യണമല്ലോ പേഷ്യന്റിന്റെ ഓരോ റെക്കോർഡും. അതെ അതെ. ഓ അത് ശരി. അത് എത്ര നാൾ ജോലി ചെയ്തു അങ്ങനെ? 15 വർഷത്തോളം. 5 വർഷത്തോളം ജോലി. അത് കഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞു. ഗുഡ് ബൈ പറഞ്ഞത് കാരണം? ഒന്നാമത് ഞാൻ നൂരുണ്ട് വീണു. ഓക്കെ. ആഹാ. ഫ്ലോറിലായിരുന്നോ? കണ്ടോ, ഫ്ലോർ സർജറി ചെയ്തല്ലേ? പ്ലേറ്റും സ്ക്രൂ ഉണ്ട്. ഓക്കെ. ഓക്കെ ഓക്കെ. കൈ കുത്തി വീണു. ഫ്ലോറിലാ വീണ്? ചെയറിലിരുന്ന. ഓക്കെ ഓക്കെ. ചെയറിലോട്ടിരുന്ന് ചെയർ അങ്ങ് സ്ലിപ്പായി. എത്ര നാൾ അവധി തന്നു ഇൻഷുറൻസിലൊക്കെ ആയിട്ട്? എത്ര നാൾ? കുറച്ച് നാളും കണ്ടേ അവധി ചെയ്തുള്ളൂ. ഞാൻ അന്ന് ഒളിവ് പറഞ്ഞ് ഞാൻ എഴുതി പോലും വെച്ചില്ല അന്നേരം. എനിക്ക് വേദനയൊക്കെ വേണം, ഞാൻ പറഞ്ഞത് ആരെങ്കിലും നോക്കാം, അത്രേ ഉള്ള എൻ്റെ കാര്യം. പക്ഷെങ്കിൽ ഐ ഡിഡ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. അന്ന് തന്നെ നമുക്ക് ഡിസബിലിറ്റിയിൽ പോകായിരുന്നു. അതൊന്നും സാരമില്ല. എൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞു അത് ചെയ്യാതിരിക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് ഐ എം വാക്കിംഗ് അറൗണ്ട്, താങ്ക് ഗോഡ്. അപ്പം എനിക്ക് മേലെന്ന് വരും, ഇറ്റ് ഇസ് എ ഡിഫറൻസ്. അങ്ങനെയൊക്കെ ഇത് ചെയ്തതിന്. പിന്നെ തണുപ്പൊക്കെ ആയപ്പോൾ എനിക്ക് മേലായിരുന്നു. എനിക്ക് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു. എൻ്റെ ബയലാട്രൽ നീ സർജറി ചെയ്തിട്ടുണ്ട്. 2 കാലും മുട്ട് റിപ്ലേസ് ചെയ്തു. മനസ്സിലായി. I don't know. You want all this in the future? That's okay, fine. Let's see. Yeah. അത് കഴിഞ്ഞ് അമ്മാമ്മയ്ക്ക് എങ്ങനെയാ ഹ്യൂസ്റ്റണിലോട്ട് വരണമെന്നൊരു തോന്നലുണ്ടായത്? ഹ്യൂസ്റ്റണിൽ വരണമെന്ന് തോന്നലുണ്ട്. എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. ആര്? തമ്പി. എങ്ങനെയാ പുള്ളി ഇവിടെ വന്നത്? അവനിക്ക് പോകുന്നതേ ഉള്ളൂ. അവൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ടായിരുന്നു. അവക്ക് കുറെ ആസ്മയുടെ ഇതുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. തണുപ്പൊക്കെ ആവുമ്പോൾ കൊന്നു പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത്. റെജിമോൻ ഉണ്ടായി ആൻഡ് ഫ്യൂ മന്ത്സ് കഴിഞ്ഞ് അവനെ ഇപ്പം മരിച്ചു. മനസ്സിലായി, അറിയാം അറിയാം. ഇങ്ങോട്ട് മൂവ് ചെയ്തവര്. പിന്നെ എനിക്ക് ഇങ്ങനെ ഈ തണുപ്പ് വരുമ്പോൾ വാസ് ബോദറിങ് മീ. മനസ്സിലായോ? അപ്പോൾ ഹ്യൂസ്റ്റണിൽ വന്നിട്ടുണ്ട്, വന്നു പോവായിരുന്നു. ബ്രദർ ഇവിടെ ഉണ്ടായിരുന്നുണ്ട്. സോ യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് ഹ്യൂസ്റ്റൺ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, തമ്പിയോട് പറഞ്ഞടാ എനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യണം. എന്നാ നീ എപ്പോഴെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇങ്ങനെ പറയായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു ദിവസം പറഞ്ഞടാ നീ ഒരു വീട് കണ്ടുപിടിച്ച് ചെന്നെ വിളിക്കാൻ പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞ് ഒരു ദിവസം അവൻ ഇതുവഴി ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ ഈ വീട് സെയിലിൽ കിടക്കുന്നു. മനസ്സിലായി. അവൻ ഇറങ്ങി വന്ന് ചോദിച്ചപ്പോൾ അവരോട് അവർ ഓൾറെഡി ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇവിടെ ആദ്യം ഇവിടെ തിരുമേനിയാണ് താമസിച്ചു. ശരി. ഏത് സഭയുടെ? ഓർത്തഡോക്സിന്റെ. അവൻ ഇങ്ങോട്ട് ഈ വീട് ഞങ്ങൾ വാങ്ങിച്ചതിന് പിറ്റേ മാസമാണ് തിരുമേനി ഇങ്ങോട്ട് വരുന്നത്. ശരി. അന്നേരം തിരുമേനിക്ക് ഒരു വീട് നോക്കുന്നുണ്ടായിരുന്നു. ഇത് വേക്കൻ്റ് ആയിട്ട് കിടക്കുമായിരുന്നു. താങ്ക് യു. 2 പെൺമക്കളുണ്ട്, ഒരാളിവിടെയുണ്ട്. വി ഹാവ് 2 ഗ്രാൻഡ് ചിൽഡ്രൻ. 2ഉം കോളേജിലാണ്. കോളേജിൽ പഠിക്കുക. മറ്റേ ആൾ കല്യാണം കഴിച്ച് അവള് കാനഡ ന്യൂജേഴ്സി തന്നെയാണ്. ഷീനോട് കമ്മിയർ. അവരൊക്കെ വരാറുണ്ടോ? ഷീ യൂസ്ഡ് ടു കം എവരി 2-3 months. ഇപ്പോൾ ഇനി എല്ലാം താങ്ക്സ് ഗിവിങ്ങിന് വരുന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്രാവശ്യം ഷീസ് ഗോയിങ് ടു ബോറോ ഹർ സിസ്റ്റർ. ശരി. ഇവക്ക് ഇവിടെ ഉള്ളവർക്ക് 2 പിള്ളേരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 2ഉം കോളേജിലായി. അതുകൊണ്ട് ഇപ്പോൾ അവരും തന്നെയാണ്. കപ്പ് വേണം ഇവിടെ വേണമെങ്കിൽ. ഇല്ല, കുഴപ്പമില്ല. മാം പറഞ്ഞു. ഗ്രാൻഡ് കിഡ്സ് കോളേജിലൊക്കെ കഴിഞ്ഞ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജിലാണ് പഠിക്കുന്നത്. ഇപ്പം കോളേജിലാണ് പഠിക്കുന്നത്. ശരി. അവരിപ്പോൾ മോനിപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞതേ ഉള്ളൂ. മോളിപ്പം 3rd year കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി അവൾക്ക്
അവള് ഫിസിഷ്യൻ അസിസ്റ്റൻ്റായിട്ട് ആ PA കയറാൻ. ആ അതിൻ്റെ ആദ്യത്തെ 3 വർഷം കഴിഞ്ഞിട്ട് ഇനി അവൾക്ക് പ്രോഗ്രാമിൽ കയറണം. മനസ്സിലായി. ശരി. അമ്മാമ ഹ്യൂസ്റ്റൺ വന്നു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം ന്യൂയോർക്കാർ കേട്ടാൽ വിഷമിക്കണ്ട, ഫസ്റ്റ് വെതറാണ്. വേറെ കമ്മ്യൂണിറ്റിയെ പറ്റി പറഞ്ഞാൽ എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോ? അതോ വ്യത്യാസമൊന്നുമില്ലേ? കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ ഞങ്ങൾക്ക് ഒത്തിരി പേരുണ്ടല്ലോ, ഫാമിലി തന്നെ ഹ്യൂസ്റ്റൺ, ടെക്സസിൽ ഹ്യൂസ്റ്റണിൽ തന്നെ ഒരുപാട് പേരുണ്ട്. എൻ്റെ അനിയത്തിയുണ്ട്, ആങ്ങളയുണ്ട്, എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയുടെ മക്കളുണ്ട്, അമ്മാശൻ്റെ പിള്ളേർ, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഓ ശരി. അപ്പോൾ ഐ ഡോണ്ട് ഫീൽ എനി ലോൺലി. മനസ്സിലായി, ഒരു നഷ്ടമില്ല ന്യൂയോർക്കിൽ നിന്ന് വന്നതിൻ്റെ. പിന്നെ തമ്പി ഇവിടെ ഉണ്ടല്ലോ. കറക്റ്റ്. only the thing I miss is my church. ഇവിടെ ചർച്ച് ഉണ്ട്, ചെറിയ ഇതാന്നുള്ളതേ ഉള്ളൂ, പക്ഷെ ഐ മിസ് ദാറ്റ് ചർച്ച്. അമ്മാമ ലാസ്റ്റിൽ എന്നാ ഇന്ത്യ പോയത്? ഇങ്ങോട്ട് 11 വർഷമായി. 11 വർഷമായി. മൈസൂറിന് പോയിട്ടോ? അതോ മൈസൂറിൻ്റെ കാര്യമായിരിക്കും പറയുന്നല്ലേ? 11 വർഷം. മൈസൂരിലും പോയത് 2011. പിന്നെ പോയിട്ടില്ല. അന്നൊക്കെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അമ്മയ്ക്ക്? അത്രയും വലിയ പാടില്ലായിരുന്നു. ആ ശരി. അമ്മമ്മ ലാസ്റ്റ് കണ്ട ഇന്ത്യ എങ്ങനെയായിരുന്നു? ഡൽഹിയിൽ നിന്ന് ഒക്കെ വിട്ട ഇന്ത്യ ആണോ? എന്തൊരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്കറിയാം. ആണല്ലേ? ആ, ഇന്ത്യ ഒത്തിരി ഡെവലപ്പ് ചെയ്തു. ഞാൻ ഈവൻ ഡൽഹിയിൽ പോയാൽ തന്നെ എത്ര വർഷം അവിടെ ഉണ്ടായിരുന്നു അതൊന്നും കണ്ടാൽ പോലും അറിയില്ല. അതുപോലെ ഡൽഹിയിൽ ഈ 2011 ഡൽഹിക്ക് പോയിരുന്നോ? ഓ ശരി. ഡൽഹിയിൽ അമ്മാമ്മയ്ക്ക് വീടോ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു, ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഡൽഹിയിൽ ആരെങ്കിലും വിളിക്കാനുള്ള ഫ്രണ്ട്സോ അങ്ങനെ ബന്ധുക്കാരോ വല്ലതും ഉണ്ടോ? എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷെ അത്രയൊന്നും കണക്ഷൻ ഇല്ല. അമ്മാമ്മയുടെ ഡൽഹിയിലുള്ള ഫ്രണ്ട്സ് ബേസിക്കലി ഇപ്പോൾ എല്ലാം റിട്ടയർ ചെയ്തൊക്കെ വീട്ടിലൊക്കെ യുനോ ഈ ഓൾ ഇന്ത്യ താമസിക്കുമ്പോൾ ഈ പൊന്നുപിള്ള ചേച്ചിയൊക്കെ അവിടെ ഉണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടായിരുന്നോ? പൊന്നുപിള്ള ഇവിടെ വെച്ചാൽ ഹ്യൂസ്റ്റണിൽ വെച്ചാൽ കാണുന്നത്. ഓക്കെ. നമ്മുടെ അക്കാമ്മ കല്ലിനെയോ? അക്കാമ്മയും ഞാനുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇതിന് പോയി, കോൺഫറൻസിനോ? ഒരു എന്താ പറയുക, സ്റ്റഡി വല്ലതും ആണോ? അല്ല, റിട്രീറ്റോ? നാട്ടിലൊരു ഇതിന് പോയി. ഓ ശരി. ഒരു കൺവെൻഷൻ, ഒരു ടൂറല്ല, വീടിൻ്റെ അവിടുത്തെ നാട്ടിൽ ചെന്ന് കുറേ സർജറിയൊക്കെ ചെയ്യിച്ചു പിള്ളേർ. മെഡിക്കൽ മിഷൻ. അങ്ങനെയൊന്ന് പോയി. അതേതാ, മല്ലപ്പള്ളിക്ക് പോയതാണോ? അല്ല ഇല്ല, ഞങ്ങൾ കോട്ടയം. ഓ ശരി. പിന്നെ പലയിടത്തും പോയി. കോഴഞ്ചേരി, കോട്ടയത്ത് കാരിത്താസിൽ കുറച്ച് മുച്ചുറി ഒക്കെ ഉള്ള അമേരിക്കൻ ഡോക്ടേഴ്സാണ്. സർജിക്കൽ അവരുടെ കൂടെ ആയിരിക്കും അല്ലേ? ഈ ജോൺ ഡബ്ല്യു വർഗീസ് കൊച്ചുമോൻ്റെ കൂടെ ഒക്കെ ആണോ? അല്ല, അറിയാവോ? ഇല്ല. ഓക്കെ. ഞങ്ങൾ പോയത് ഇവിടെ ജോൺ, അല്ല എൻ്റെ പുള്ളിയുടെ പേര് കൊച്ചുമോനാ? കൊച്ചുമോനാ, അതാ ജോൺ ഡബ്ല്യു വർഗീസ്. പ്രോംറ്റ് അത് മല്ലപ്പള്ളി മാതനാശുപത്രിയിലും ഉണ്ടായിരുന്നല്ലോ. റൈറ്റ്. ഓക്കെ. എൻ്റെ എൻ്റെ സിസ്റ്ററിലോ ന്യൂജേഴ്സിയിലെ രാജുവിൻ്റെ വൈഫും വന്നിട്ടുണ്ട്. ഓ ശരിയാ. അക്കാമ്മയൊക്കെ ആയിരുന്നു അന്ന്. ഞാനിവിടെ അല്ലല്ലോ, പക്ഷെ എന്നാലും ഇവിടുത്തെ പലരും എനിക്ക് അറിയാമായിരുന്നു. ഒരു LC തോട്ടം. ഓ ശരി. അക്കാമ്മ, ഓക്കെ. അങ്ങനെ ആ പരിചയമാണല്ലേ? ഓക്കെ. അക്കാമ്മയായിട്ട് കൊണ്ടുപോയാലുണ്ട്. പിന്നെ അത് വന്നു മുതലേ ഞങ്ങൾ അക്കാമ്മയുടെ വീട്ടിലൊക്കെ പോയി. വി ഹാഡ് എ ഡിന്നർ. ഷി അറേഞ്ച് ഡിന്നർ ഫോർ എവരിവൺ. എവിടെയൊക്കെ? നാട്ടിലോ? ഓ ശരി. കരുതാപ്പള്ളോ അതോ വീട്ടിലെ? അതോ പിന്നെ കോഴഞ്ചേരിലോ? ഓക്കെ. അമ്മാമ്മ ശരിക്കും പറഞ്ഞാൽ ഹ്യൂസ്റ്റണിലെ ഇപ്പോൾ അമ്മാമ്മ റിട്ടയർഡ് ലൈഫൊക്കെ ആണല്ലോ, ഹ്യൂസ്റ്റണിലെ മലയാളീസിൻ്റെ
ആവറേജ് ലൈഫൊക്കെ എങ്ങനെയാണ് മമ്മ കമ്പയർ ചെയ്താൽ പറയാൻ പറ്റുന്നത്? ആർ ദേ ഇൻ ഗുഡ്? പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ They are pretty good. ദേ ഓൾ ഡു ഗുഡ്. ആ I see that. They are doing really good. ആ ഓക്കെ. ഇങ്ങനെയൊന്നും ആരും കഷ്ടപ്പെടുകയും സ്ട്രഗിൾ ചെയ്യുന്നൊന്നും അതിലൊക്കെ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട് ന്യൂജേഴ്സിയിലൊക്കെ ഞങ്ങൾ വന്ന സമയത്ത്. അതുപോലെ ഇങ്ങനെയൊന്നും ഇപ്പോൾ ആ സ്ട്രഗിളൊന്നും കാണുന്നില്ല. pretty good. പൊതുവേ യുനോ യങ്സ്റ്റേഴ്സ് ഒരുപാട് പേരൊക്കെ അമേരിക്കയ്ക്കൊക്കെ വരുന്നുണ്ടല്ലോ പഠിക്കാനും, പിന്നെ നാട്ടിലാണെങ്കിലും യുനോ അമേരിക്കയ്ക്ക് വരണമെന്ന് അവരൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താ? വാട്ട് ദേ ഷുഡ് ഡു? ഷുഡ് ദേ ചൂസ് മെഡിക്കൽ കരിയർ ഓർ ഡു? We cannot force anybody to do anything. If they want to do their mind set up for something, I would let them go for that. Right. Yeah. If we force, it won't be successful then. It won't. No. Yeah. I don't think so. Maybe there are people who think, or they can make them. No, I would say no. Okay. അങ്ങനെയാണ്. അമ്മ പൊതുവെ ഇപ്പം ഈ ഒരു ഏജിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അമ്മയ്ക്ക് എന്താ കൂടുതൽ എന്നാ ഇങ്ങനെ ഒരു സിറ്റുവേഷനോടെ ഞങ്ങൾക്ക് ഹ്യൂസ്റ്റണിൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനും, ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങോ അല്ലെങ്കിൽ ഒരു റീച്ച് ഔട്ടോ ഈ സെയിം പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ കുറച്ചുകൂടി ഒരു മിംഗ്ലിംഗ് ഉണ്ടായിരുന്നെങ്കിലെന്നൊക്കെ ഉള്ള താല്പര്യം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ കേಳಿ ചർച്ചിൻ്റെ ഇതുള്ളത് കൊണ്ട് we don't feel much less. We have a feeling that we have a secure in a community that like we can talk to. ആ മനുഷ്യരൊക്കെ ആണെങ്കിലും പള്ളി എന്ന് പറഞ്ഞ് വെറുതെ പള്ളിയല്ല, ഞങ്ങൾ വളരെ എല്ലാവരുടെയും കൂടുതൽ ഇൻഡെപ്ത് സംസാരവും കെയറിങ്ങുമാണ് അല്ലേ? ഓക്കെ. സോ യു ഡോണ്ട് ഫീൽ എനി ലോൺലിനെസ്? മമ്മിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ വരാനുള്ള അങ്ങനെയുള്ള സിസ്റ്റേഴ്സും? ഇതൊക്കെ കണ്ടിരിക്കുന്ന തന്നെ എനിക്ക് ആനന്ദമാണ്. ഇതിലൊറ്റ മുരിങ്ങ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇറ്റ് ഈസ് സോ ബിഗ്. അമ്മ അച്ചായൻ തന്നെ ആയിരിക്കും ഇതെല്ലാം ചെയ്യുന്നതല്ലേ? പിന്നല്ല. അതെ അതെ. ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു, അത് പടഞ്ഞു വീണ ഇതെല്ലാം പോയി. ഒറ്റ ഒരു കായ ഉണ്ടായിരുന്നു, ഇപ്പൊ തണ്ട് പൂ പിടിച്ചു വരിക. ഈ മഴ കഴിഞ്ഞപ്പോൾ എല്ലാം പാവയ്ക്കയും വെണ്ടയ്ക്കയും എല്ലാം ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. അതെ അതെ. ഇതൊക്കെ ഉണ്ടോ കൃഷി? ഉണ്ട് കൃഷിയൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ ഉണ്ടോ? അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ ഇല്ല, ബട്ട് യുനോ പാവയ്ക്കായും വെണ്ടയ്ക്കായൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അറിയാം, പക്ഷെ അത് നമ്മളെന്തോ നോർത്ത് ഇന്ത്യയിലുള്ളവരല്ലേ വല്ലം കറി വെക്കത്തുള്ളൂ. കേരളത്തിലുള്ളവർ ശരി നോക്കട്ടെ, എൻ്റെ വീട്ടിൽ കാണും. ഓക്കെ. പിന്നെ അത് ചെത്തിയിട്ട് നല്ലപോലെ തോരൻ വയ്ക്കാം, തീയൽ വയ്ക്കാം, സബ്ജി ഉണ്ടാക്കാം, ഈ ചപ്പാത്തിക്കൊക്കെ കൂട്ടാം. അങ്ങനെ എല്ലാം ഉണ്ടാക്കാവുന്ന ഒരു സാധനം. ഇറ്റ്സ് വെരി ഗുഡ്, ടേസ്റ്റി. അതെന്ന് പറഞ്ഞാൽ ലോക്കിയാണോ? അല്ല, നമ്മൾ ഹിന്ദി പറയുന്ന ലോക്കിയാണോ? അല്ല, അതിനൊരു മുള്ളു പോലെ ഒരു സാധനം ഉണ്ട്, അതിന്റെ പുറത്തുള്ള ഒരു അരം പോലെ. കാണിച്ചു തരാം. അതില്ല, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കണ്ട നിൽക്കില്ലേ? നിൽക്കുന്ന കണ്ടില്ലേ? കണ്ടു. ഞാനത് റെക്കോർഡ് ചെയ്തോളാം. താങ്ക് യു. അമ്മമ്മ പാട്ടോ വല്ലോ അങ്ങനെ വല്ലതും പാടുവോ വല്ലതും ചെയ്യുമോ? പാടും. പള്ളിയിൽ സ്വരമൊക്കെ അത്രയും ഇതായിട്ടുള്ളതല്ല. 2 ലൈൻ പാടാവോ? എന്താ പാടേണ്ടി? ക്രിസ്ത്യ പാട്ട് മതി, ഏതെങ്കിലും പാടാമെങ്കിൽ ഒരു 2 ലൈൻ. എൻ്റെ പേര് കുഞ്ഞ്. എൻ്റെ ഒഫീഷ്യൽ നെയിം ജോൺ സാമുവൽ എന്നാണ്. ഞാൻ റാന്നി അരയമ്പാറ കുന്നം പ്രദേശക്കാരനാണ്. എൻ്റെ വല്യപ്പച്ചൻ്റെ കാലത്ത് എൻ്റെ അപ്പനും അവരെല്ലാം കൂടി അവിടെ വനം വെട്ടിത്തെളിച്ച് സ്ഥലം കയ്യേറി പിന്നെ പതിച്ച് കിട്ടിയ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അവർ 1930s അവിടെ മൂവ് ചെയ്തത്. അതിനുശേഷം അതിനുശേഷം അവർ ആദ്യം അവിടെ ഒരു പ്രൈമറി സ്കൂൾ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് മിഡിൽ സ്കൂൾ തുടങ്ങി, ഹൈസ്കൂൾ തുടങ്ങി. ഇതിനൊക്കെ സ്ഥലം കൊടുത്തതും പണിയിച്ചതുമൊക്കെ എൻ്റെ അപ്പനും എൻ്റെ ആ കുടുംബവും
ആ ദേശത്തുള്ള ചില വ്യക്തികളും കൂടിയാണ്. കുന്നത്ത് ഹൈസ്കൂൾ വേണമെന്നുള്ള എൻ്റെ അപ്പൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അതിന് സ്ഥലം കൊടുക്കുകയും അതിനാവശ്യമായ തടിയും കാര്യങ്ങളൊക്കെയും അന്ന് ഞങ്ങളുടെ സ്ഥലത്തുണ്ടായിരുന്നത് തന്നെ വെട്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. ഉണ്ടായിരുന്ന ആവശ്യമായ ഞങ്ങളൊക്കെ അനുഭവിക്കേണ്ട സമ്പത്തൊക്കെ ആ സ്കൂളിന് വേണ്ടി അപ്പനും അമ്മയും ഒക്കെ ചിലവഴിച്ചു. അതിൻ്റെ അനുഗ്രഹമേ ഞങ്ങൾക്കുള്ളൂ. ഞാൻ സ്കൂളിൽ പോയിരിക്കുമ്പോൾ ഒരു സമയത്ത്, അതായത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ വീട്ടിലെ അപ്പച്ചൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പറമ്പിലൊക്കെ പോയി പണി ചെയ്യുകയും അതുപോലെ തേങ്ങ പെറുക്കി കൂട്ടുകയും കമുക കയറി പാക്ക് പറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്കൂളിൽ ചോദിക്കും, ടീച്ചർ ചോദിക്കും, ഇന്ന് കുഞ്ഞു വന്നില്ലല്ലോ സ്കൂളിൽ, അവിടെ എട്ടേക്കറിൽ ഇന്ന് തേങ്ങ ഇടുന്ന ദിവസമായിരിക്കും എന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെ വളർന്ന് വന്ന ശേഷം ഹൈസ്കൂൾ പാസ്സായ ശേഷം ഞാൻ ഇവാനിയസ് കോളേജിൽ പഠിത്തത്തിന് ചേർന്നു. ഒരു വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് പഠിക്കാനുള്ള ആഗ്രഹത്തിൽ കൂടുതൽ എവിടെയെങ്കിലും ജോലിക്ക് പോകണമെന്നായിരുന്നു. അതുകൊണ്ട് എയർഫോഴ്സിൽ പോയി ജോയിൻ ചെയ്തു. 9 വർഷക്കാലം ഞാൻ എയർഫോഴ്സിൽ ജോലി ചെയ്തു. ആ സമയത്താണ് ഞാൻ എൻ്റെ ഭാര്യ കുഞ്ഞുമോളെ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്ത ശേഷം പല പ്രാവശ്യം കത്തുകളിൽ കൂടി ഇടപെടുകയും അവസാനം വീട്ടിൽ ചെന്ന് അപ്പനോടും അമ്മയോടും പറഞ്ഞ് ആ വിവാഹം ഞങ്ങൾ നടത്തി 1971 അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് എനിക്ക് എയർഫോഴ്സിൽ നിന്ന് ഡിസ്ചാർജ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞാൻ അമേരിക്കയിൽ 1973 ജൂൺ 23 ലാൻഡ് ചെയ്തു. അന്ന് തൊട്ട് ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ, അന്ന് എയർഫോഴ്സിലെ ട്രെയിനിങ് കൊണ്ട് ഒന്നും നല്ല ഒരു ജോലി കിട്ടാനുള്ള സാധ്യത കുറവായിരുന്നു. അതിനുശേഷം ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്ത് അക്കൗണ്ടിങ്ങിൽ BS ഡിഗ്രി എടുത്തു. അതിനുശേഷം ഒരു ഫാമിൽ ഞാൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തു. അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 3-4 വർഷക്കാലം ഞാൻ പല വിധത്തിലുള്ള ജോലികൾ ചെയ്യേണ്ടി വന്നു. ആദ്യം ഷിപ്പിംഗ് ക്ലർക്കായിട്ട് കയറി. അതിനുശേഷം പല ജോലികൾ ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും റോഡിൽ കൂടെ സാധനങ്ങളൊക്കെ കൊണ്ട് നടന്ന് കടകളിലൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ജോലി ഇതിനിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലവിധ കഷ്ടപ്പെട്ടുവെങ്കിലും ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. ഞങ്ങളൊക്കെ നാട്ടുകാർക്ക് വേണ്ടിയും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹം തന്നു. അന്ന് തൊട്ട് ഇന്ന് വരെയും ദൈവം വളരെ അതിശയകരമായി ഞങ്ങളെ നടത്തുന്നു. പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് കമുകയിലൊക്കെ കയറി പാക്ക് പറിച്ചിട്ടുള്ള എൻ്റെ വീട്ടിൽ ഇന്ന് ഞാൻ 20ാമത്തെ കാറാണ് ഓടിക്കുന്നത്. അത്രമാത്രം പല പ്രാവശ്യം കാറ് മേടിക്കുകയൊക്കെ ചെയ്യാൻ തക്കണം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇന്നും ആ വേലയ്ക്ക് വലിയ ഞങ്ങളെ മുഴുകിയിരിക്കുന്നു. ദൈവമാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും മതിയായത്. ആ വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞാൻ ന്യൂയോർക്കിൽ ആയിരുന്ന സമയത്ത് ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ വീട് മേടിച്ചത് 1973 സെപ്റ്റംബറിലാണ്. 74 ഞങ്ങൾ ന്യൂ വിൽഫോർഡിലുള്ള വീട്ടിലേക്ക് മാറി. ന്യൂ വിൽഫോർഡിലൊക്കെ വീട്ടിലൊക്കെ മാറി ഞങ്ങൾ 38 വർഷം അവിടെ താമസിച്ചു. സ്നോയുടെയും മറ്റ് പ്രശ്നങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ പ്രായമായി വരുമ്പോൾ അതൊക്കെ മാറ്റാനുള്ള അസൗകര്യമുണ്ട്. എനിക്ക് ഹാർട്ടിന് ചില പ്രോബ്ലമുണ്ട്. 1986 ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അതിന് ശേഷം വീട്ടിൽ ഒക്കെ മൂവ് ചെയ്യാൻ പോകുമ്പോൾ മക്കളാണ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. മക്കൾ 2 പേരും മൂവ് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പം താമസിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് തോന്നി. അപ്പോൾ ഫ്ലോറിഡയ്ക്ക് പോകണോ ടെക്സാസിന് പോകണോ എന്നുള്ള ആലോചനയിലായിരുന്നു. എൻ്റെ വൈഫിൻ്റെ ആങ്ങള ഇവിടെ ടെക്സാസിലായിരുന്നതുകൊണ്ട് മൈസൂർ തമ്പി എന്ന് പറയും, എല്ലാവർക്കും അറിയാം, തോമസ് വർക്കി. അവരുടെ നിർബന്ധത്താൽ ഇവിടെ ഒരു ഭവനം മേടിച്ചു. ഞങ്ങളിവിടെ താമസമാക്കി. സൗകര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ന്യൂയോർക്കിൽ താമസിക്കുന്ന സൗകര്യം വേറെ എങ്ങും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പല കാര്യങ്ങൾക്കും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള സ്ഥലമാണ് ന്യൂയോർക്ക്. ഹൂസ്റ്റണിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഇവിടെ ഞങ്ങളെ സന്തോഷമാണ്. ഇവിടെ പോകുന്ന സഭയെപ്പറ്റി ഒന്ന് പറയാമോ 2 വാക്ക്? ഇവിടെ പോകുന്ന സഭയിൽ ഞാൻ ഇവാഞ്ചലിക്കൽ കാരനാണ്.
എൻ്റെ അപ്പനൊക്കെയാണ് ആദ്യം ഇവാഞ്ചലിക്കൽ സഭ തുടങ്ങിയത്. 1954 തൊട്ട് എൻ്റെ അപ്പൻ പത്യോപദേശ സമിതിയെ സപ്പോർട്ട് ചെയ്തു. 1958 മർത്തോമാ സഭയിൽ നിന്ന് മാറി പത്യോപദേശ സമിതിയുടെ ഒരു കൂട്ടായ്മ അവിടെ തുടങ്ങി. അന്ന് തൊട്ട് ഞങ്ങൾ മർത്തോമാ സഭയിൽ നിന്ന് മാറി, അത് 4 അച്ഛന്മാരെ മുടക്കിയ ആ സമയത്താണ്. അന്ന് തൊട്ട് ഞങ്ങൾ മാറി നിന്ന് ഞങ്ങളുടെ വീടിൻ്റെ തിണ്ണയ്ക്കാണ് ആരാധന നടത്തിയിരുന്നത്. അതിനുശേഷം ഞങ്ങളുടെ പറമ്പിലോട്ട് മാറ്റി ഒരു ചാപ്പൽ വെച്ചു. അവിടെ ആയിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. 1961 ഇവാഞ്ചലിക്കൽ സഭ തുടങ്ങി. അന്ന് തൊട്ട് അതിൻ്റെ ഒരു മെമ്പറായിട്ട് ഇന്ന് വരെയും ഞങ്ങൾ സേവനം അനുസരിച്ചിരിക്കുന്നു. ക്രൂസിലുള്ള ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ മെമ്പറാണ് ഞാൻ. ഇവിടെ ഇപ്പോൾ അതിൽ കൂടുതൽ താങ്ക് യു. അച്ഛാ, അത് തുരുത്തിക്കാട്ട് കോളേജ് ഇവാഞ്ചലിക്കലുകാരുടെ ആണല്ലോ, സഭയുടെ ആണല്ലോ. അതിൻ്റെ എന്തെങ്കിലും ചരിത്രം അറിയാമോ? ഇതിൻ്റെ ചരിത്രം പിന്നെ 1963 തന്നെ എൻ്റെ ഓർമ്മ. പല കോളേജുകൾ ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവ് ചെയ്ത കൂട്ടത്തിൽ ഇവാഞ്ചലിക്കൽ സഭയിലെ ചില മെമ്പേഴ്സ് കൂടിയിട്ട് അന്ന് ആവശ്യപ്പെട്ട് ഒരു സഭയുടെ അവിടെ ഒരു തുരുത്തിക്കാട്ട് കോളേജിന് അനുവാദം കിട്ടി. അതിന് കൊടുത്തതും ആ കുടുംബമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. എൻ്റെ പെങ്ങളെ അവിടെയാണ് കെട്ടിച്ചിരിക്കുന്നത്. അവിടെ അതിന് സ്ഥലം കൊടുത്ത ആളിൻ്റെ മകനാണ് എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ കോളേജ് അന്ന് തൊട്ട് ഇന്ന് വരെ നടക്കുന്നുണ്ട്. പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, എങ്കിലും ഇന്നും അത് വളരെ ഭംഗിയായിട്ട് പോകും. താങ്ക് യു അച്ഛൻ. ഓക്കെ ഓക്കെ. ഒരു 2 ലൈൻ പാട്ട് പാടാമോ രണ്ടുപേരും കൂടെ? ഏതെങ്കിലും അറിയാവുന്ന 2 വരി? പള്ളിയിൽ എന്തെങ്കിലും പാടിയാൽ